അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, മുഹ്സിൻ ഐദീദ് ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള പല ആശയങ്ങളും സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നമ്മൾ അതിന് ചില വിശദീകരണങ്ങൾ പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നൽകിയിരുന്നു. കഴിഞ്ഞ റമളാനിന് മുമ്പാണ് ഞാൻ അവസാനമായി അദ്ദേഹത്തിൻ്റെ ചില വികലമായ വാദങ്ങളെ മുന്നിൽ നിർത്തി ഇസ്ലാമിൻ്റെ യഥാർത്ഥ ആശയം എന്താണ്, ആദർശം എന്താണ് എന്ന് വിശദീകരിച്ചത്. പക്ഷേ ഇപ്പോൾ സവ്വാലിൽ ഇറക്കി എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റേതായി വീണ്ടും ഒരു പ്രോഗ്രാം പുറത്തു വന്നിട്ടുണ്ട്. അതിൽ അലിമദനി ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുകയാണ് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. യഥാർത്ഥത്തിൽ അലിമദനിയല്ല ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത്, മറിച്ച് മുഹ്സിൻ ഐദീദും ടീമുമാണ് എന്ന് കൃത്യമായി ജനങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. സത്യത്തെയും അസത്യത്തെയും കൂട്ടിക്കലർത്തി സത്യത്തെ മറച്ചു വെക്കാനാണ് മുഹ്സിൻ ഐദീദും ടീമും പലപ്പോഴും ശ്രമിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഈ പ്രോഗ്രാമിൽ നിരന്തരം അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് അടിസ്ഥാനപരമായി ഷിർക്കായ ഒരു കാര്യത്തിന് ഫലമുണ്ടാവുകയില്ല എന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വമാണ് എന്ന് പറയുമ്പോൾ അതിന് അദ്ദേഹം നൽകുന്ന മറുപടി ഉപകാരമുണ്ടായി എന്നതുകൊണ്ട് ഒരു കാര്യം ഷിർക്കാവാതിരിക്കുന്നില്ല എന്നാണ്. അരി അത്ര പയറഞ്ഞാഴി എന്നല്ലല്ലോ മറുപടി പറയേണ്ടത്. അടിസ്ഥാനപരമായി ഷിർക്കായ ഒരു കാര്യത്തിന് ഫലം ലഭിക്കുമോ എന്നതാണ് ചോദ്യം. അതിന് ഫലം ലഭിക്കും ലഭിക്കില്ല, ഇതാണ് ഉത്തരം പറയേണ്ടത്. ഇപ്പം മരണം അടിസ്ഥാനപരമായി ഷിർക്കാണ്. ഇന്നർ റുക്ക വത്തിവലത്ത വത്തമായിമ ഷിർക്കുൻ. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണല്ലോ, നിങ്ങൾ അംഗീകരിക്കുന്ന ഹദീസാണ്. അവിടെ റുക്കയും തിവലത്തും തമായിമും ഷിർക്കാണ് എന്നാണ് പറഞ്ഞത്. അത് ബഹുദൈവാരാധനയാണ്. അതിൽ തിവലത്ത് മാരണമാണ്. മാരണമല്ല എന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറയേണ്ടതുണ്ട്. അപ്പോൾ ഈ മാരണം ഷിർക്കാണ് എന്ന് വിശുദ്ധ ഖുർആനും തിരുചര്യയും കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഷിർക്കായ ഈ മാരണത്തിന് ഫലമുണ്ടോ ഇല്ലയോ എന്നതാണ് തർക്ക വിഷയം. അപ്പോൾ അടിസ്ഥാനപരമായി ഷിർക്കായ ഒരു കാര്യത്തിന് ഫലം ലഭിക്കില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം. അപ്പോൾ അത് ഫലം ലഭിക്കും എന്നാണെങ്കിൽ അത് നിങ്ങൾ തെളിവുകൾ ഉദ്ധരിച്ച് പറയണം. അതിന് മറുപടി എന്നുള്ള നിലയിൽ പറയുന്നത് എന്താണ്? ഉപകാരം കിട്ടി എന്നതുകൊണ്ട് ഒരു കാര്യം ഷിർക്കാവാതിരിക്കുകയില്ല. അതിന് കിതാബു തൗഹീദിൽ നിന്ന് ഉദ്ധരണികൾ എടുത്തുദ്ധരിച്ചത് കൊണ്ടായില്ലല്ലോ. ആ ചോദ്യത്തെ മെല്ലെ തമസ്കരിച്ചിട്ട് വേറെ ചില കാര്യങ്ങൾ പറയുക. പിന്നെ ഷിർക്കിന് ഫലം ലഭിക്കുമെന്നതിന് രാജാവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന കഥയാണ് മൂപ്പര് പറഞ്ഞത്. രാജാവിൻ്റെ മുമ്പിൽ പോയി ഒരാൾ സുജൂദ് ചെയ്താൽ ആ സുജൂദ് എങ്ങനെ ഷിർക്കാവുക? ഒരു സുജൂദ് ഷിർക്കാവേണമെങ്കിൽ വിഗ്രഹത്തിൻ്റെ മുമ്പിലാണെങ്കിൽ പോലും ആ സുജൂദ് ഷിർക്കാവേണമെങ്കിൽ അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ട കാര്യം, വൈബിയായിട്ടുള്ള കാര്യം ആ വിഗ്രഹത്തിൽ നിന്നോ ആ രാജാവിൽ നിന്നോ അല്ലെങ്കിൽ ഏത് വസ്തുവിൻ്റെ മുമ്പിലാണ് അയാൾ സുജൂദ് ചെയ്യുന്നത് അതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അപ്പോഴേ ആ സുജൂദ് ഷിർക്കാവുകയുള്ളൂ. ഇസ്ലാമിൻ്റെ ഈ അടിസ്ഥാന തത്വം പോലും മുഹ്സിൻ ഐദീദ് മറന്നുകളയുന്നു, അല്ലെങ്കിൽ മറച്ചു വെക്കുന്നു. രാജാവിൻ്റെ മുമ്പിൽ ഒരാൾ പോയി സുജൂദ് ചെയ്താൽ അത് ഹറാമോ തെറ്റോ ആവുകയുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ പലതിനെയും കൂട്ടിക്കലർത്തി സത്യത്തെ മറച്ചു വെക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ ചോദിച്ചുവല്ലോ, ലിമ തൽബിസൂനൽ ഹഖ ബിൽ ബാത്തിലി വതക്തുമൂനൽ ഹഖ വഅൻതും തഅലമൂൻ. നിങ്ങൾ എന്തിനാണ് സത്യത്തെയും അസത്യത്തെയും കൂട്ടിക്കലർത്തുന്നത്? എന്നിട്ട് സത്യത്തെ നിങ്ങൾ മറച്ചു വെക്കുകയും ചെയ്യുന്നു, കാര്യങ്ങൾ നിങ്ങൾ ഗ്രഹിച്ചിരിക്കെ
യഥാർത്ഥത്തിൽ ഈ ആയത്താണ് മുഹ്സിൻ ഐദീദിന് യോജിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, വിശ്വാസരംഗത്ത് സംഭവിക്കുന്ന ബിദ്അത്തുകൾ അതാണ് വളരെ അപകടകരമായിട്ടുള്ളത് എന്നതാണ്. അതുതന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. വിശ്വാസരംഗത്ത്, കർമ്മരംഗത്താണെങ്കിലും വിശ്വാസരംഗത്താണെങ്കിലും സംഭവിക്കുന്ന ബിദ്അത്തുകൾ വലിയ അപകടം വരുത്തി വെക്കുന്നതാണ്. പ്രത്യേകിച്ചും വിശ്വാസരംഗത്ത് സംഭവിക്കുന്ന അപകടം അത് ഷിർക്കിൽ അധിഷ്ഠിതമാണെങ്കിലോ അതിനേക്കാൾ അപകടകരമാണ്. കാരണം വിശുദ്ധ ഖുർആൻ സൂറത്തു സുമറിലെ 65-ാമത്തെ വചനത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് എന്താണ്? ലയിൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീന. ഷിർക്ക് നിൻ്റെ ജീവിതത്തിൽ വന്നാൽ നിൻ്റെ അമലുകളൊക്കെ നശിച്ചു പോകും, മാത്രവുമല്ല നീ നഷ്ടകാരികളിൽ പെട്ടുപോകും. അതിൽ ആ വിശ്വാസരംഗത്ത് സംഭവിക്കുന്ന ബിദ്അത്തുകളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ആ ഭാഗമൊന്ന് നിങ്ങൾ കേട്ടു നോക്കുക. ബിദ്അത്തുകൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ ധരിക്കാറുള്ളത് അത് കേവലം നബിദിനം മാത്രമാണ്, പ്രവർത്തനങ്ങളിൽ സംഭവിക്കുന്ന ചില ബിദ്അത്തുകൾ മാത്രമാണ് എന്നാണ്. അല്ല, അതിനേക്കാൾ അപകടകരമായത് വിശ്വാസത്തിൽ സംഭവിക്കുന്ന ബിദ്അത്തുകളാണ്. നമ്മൾ സൂചിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ വിശ്വാസരംഗത്ത് ആർക്കാണ് ഇതുപോലെയുള്ള ബിദ്അത്തുകൾ, ഷിർക്കിൽ അധിഷ്ഠിതമായിട്ടുള്ള വികലമായ വാദങ്ങൾ സംഭവിച്ചിട്ടുള്ളത്? അത് മുഹ്സിൻ ഐദീദിനും ടീമിനുമാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഷിർക്കിന് ഫലമുണ്ടാവും അല്ലേ, ഇത് അദ്ദേഹത്തിൻ്റെ ഒരു വാദമാണല്ലോ. ഷിർക്കിന് ഫലമുണ്ടാവും, ഷിർക്കായ മന്ത്രങ്ങൾ അതുകൊണ്ട് ഉപദ്രവമുണ്ടാവും, ചിലപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഉപദ്രവമുണ്ടാവും. ഇത് അദ്ദേഹം കഴിഞ്ഞ പ്രസംഗത്തിൽ എടുത്ത് ഉദ്ധരിച്ചതാണ്. ഇൻഷാ അല്ലാഹ് ആ ക്ലിപ്പ് ഇവിടെ തന്നെ നമുക്ക് കേൾപ്പിക്കാവുന്നതാണ്. ഷിർക്കായ മന്ത്രങ്ങൾ അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാകും, ചിലപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഉപദ്രവം ഉണ്ടാകും. അപ്പോൾ ഷിർക്കിന് ഫലമുണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് വിശദമായിട്ട് അടുത്ത ഒരു ക്ലിപ്പിങ്ങിൽ ബാക്കിയുള്ള ഭാഗം പറയുന്നിടത്ത് ബാക്കി ഞാൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വികലമായ വാദം, അതുപോലെ തന്നെ മാരണം ഫലിക്കും, നബിക്ക് മാരണം ഫലിച്ചിട്ടുണ്ട്. ലോകത്തിൽ ആകെ മാരണം ഫലിച്ചതാർക്ക് മാത്രമാണ്? പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണ് ഇവർക്ക് പറയാനുള്ളത്. അതേ രീതിയിൽ രാജാവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് ഷിർക്കാണ്. കത്തി കൊണ്ട് കുത്തിയാൽ അപകടമുണ്ടാവുന്നത് പോലെയാണ് മാരണം ചെയ്താൽ ഫലം ലഭിക്കുന്നത്. ഇങ്ങനെയുള്ള വികലമായ വാദങ്ങളെ ഉന്നയിക്കുക എന്നതാണ് മുഹ്സിൻ ഐദീദ് ഈ മറുപടി എന്ന പറഞ്ഞതിലൂടെ ചെയ്തിട്ടുള്ളത്. അപ്പം പ്രിയപ്പെട്ട ശ്രോതാക്കൾ അത് തിരിച്ചറിയണം എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റൊരു വാദം, അലിമദനിയും സംഘവും കടുത്ത യുക്തിവാദത്തിലേക്കാണ് ജനങ്ങളെ ക്ഷണിക്കുന്നത് എന്നതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം. നിങ്ങൾക്ക് ആ ഭാഗം ഒന്ന് കേൾക്കാവുന്നതാണ്. അലി മദനി മറയൂർ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സംഘങ്ങളുമെല്ലാം നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കടുത്ത യുക്തിവാദമാണ്. അതിന് ഇസ്ലാമിൻ്റെ മേമ്പൊടി അവർ നൽകുന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ അതും ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല. യഥാർത്ഥത്തിൽ യുക്തിവാദത്തിനും നിരീശ്വരവാദത്തിനും ലിബറൽ ചിന്താഗതികൾക്കും അതുപോലെ തന്നെ ഷിർക്കൻ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുമെതിരെയാണ് യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം കാലാകാലങ്ങളിൽ നിലകൊണ്ടിട്ടുള്ളത്. അതുതന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം ഇന്നും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നിർവഹിക്കുന്ന ഏക മുജാഹിദ് പ്രസ്ഥാനം KNM മർക്കസ് ദഅവ മാത്രമാണ്. മറിച്ച് മുഹ്സിൻ ഐദീദ് ഉൾക്കൊള്ളുന്ന ടീം ഇന്ന് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന അന്ധവിശ്വാസങ്ങൾ എത്ര, യുക്തിക്ക് പോലും നിരക്കാത്ത അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമാണ് സമൂഹത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രമാണങ്ങൾക്ക് ഏതായാലും യോജിക്കുന്നതല്ല. ജിന്ന് കൂടും അല്ലെ, ജിന്ന് കൂടിയാൽ അടിച്ചിറക്കാം, ജിന്നുകൾ മനുഷ്യ സ്ത്രീകളുമായി യഥേഷ്ടം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും, ബാത്റൂമുകളിലെല്ലാം ജിന്നുകൾ ഒളിച്ചിരിക്കും, അവിടെ അവർ ഉപദ്രവമുണ്ടാക്കിയേക്കാം, തേങ്ങ വലിക്കുമ്പോൾ അതിൻ്റെ താഴെ ജിന്നുണ്ടെങ്കിൽ അവൻ്റെ മേൽ തേങ്ങ തട്ടിയാൽ അവൻ പ്രതികരിക്കും, അപകടങ്ങളിൽ നിന്ന് ചിലപ്പോൾ ജിന്നുകൾ നമ്മെ രക്ഷപ്പെടുത്തും, മേശവലിപ്പ് തുറന്ന് അടക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിൽ ജിന്ന് കുടുങ്ങാൻ സാധ്യതയുണ്ട്,
ചുടുവെള്ളം പുറത്തേക്ക് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഈ ജിന്നുവർഗത്തിൻ്റെ പേരിൽ എന്തൊക്കെ അന്ധവിശ്വാസങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. ഹാജരാവാൻ തന്നെ നമ്മുടെ ഉള്ളിൽ ശൈത്താനാണ്ട് വരും. എന്നിട്ട് നമ്മളല്ലാത്ത ഒരാളായിട്ട് നമ്മളാണ് മാറും. ചിലപ്പോൾ നമുക്ക് പരിചയമുള്ള ഏതൊരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ നമുക്ക് പരിചയം ഇല്ലാത്തൊരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ മരിച്ചുപോയ ആളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ ജീവിച്ചിരിപ്പുള്ള വിദേശത്തുള്ള ഒരാളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഹാവഭാവങ്ങളിലായിരിക്കും. ആ നല്ലവരെ നമുക്ക് സുഹൃത്തുക്കളായി കിട്ടിയാൽ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടും. പിന്നെ സുബൈക്ക് നമ്മൾ കിടന്നിറങ്ങൂല, അവർ വിളിച്ചുണർത്തിക്കോളും. നിങ്ങൾ റോട്ടിലൂടെ നടക്കുന്ന നേരത്ത് അപ്രതീക്ഷിതമായിട്ടൊരു അപകടം വന്ന ആ അപകടത്തിൽ നിന്ന് പോലും നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കും. ഇപ്പൊ റോഡിന്റെ അരികിലൂടെ നടക്കുന്ന ഒരു വാഹനം കൊണ്ട് വന്നു, പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളാരോ തള്ളിയും തോന്നി. ആരുമല്ല, നിങ്ങളെ സുഹൃത്താണ്. സംഭവിക്കാം, നിങ്ങളാണ് മാറും. എത്ര സംഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ ഒഴിഞ്ഞു, നമ്മൾ വിചാരിക്കും ഞാൻ എങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു, ഒട്ടും ഞാൻ അവിടുന്ന് വണ്ടി ഒന്നും ശ്രദ്ധിച്ചില്ല, പക്ഷെ ഞാൻ ഒഴിഞ്ഞാണ്ട് പോയി എന്ന് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പലരും പറയാറുണ്ട്. അതിന്റെ പിറകിൽ നമ്മളെ സഹായിക്കാൻ അപ്പൊ ജിന്നു വർഗത്തിൽ സഹായികൾ ഉണ്ടാവും. കഴിഞ്ഞ നൂറ്റാണ്ടിലുള്ളവരെ വർത്താനൊക്കെ ചിലപ്പോൾ ഈ നൂറ്റാണ്ടിലുള്ളവർ പറയും. വല്യാപ്പാന്റെത് മകൻ പറയും. അതേപോലെ നമുക്ക് വല്യാപ്പാനെ കണ്ട് പരിചയമുള്ളവർക്കറിയാം, മകൻ ചിലപ്പോൾ വല്യാപ്പാനെ കണ്ടിട്ടുണ്ടാവില്ല. എന്താ കാര്യം? വല്യാപ്പാനെ പരിചയമുള്ള ഒരു ജിന്ന് ഇവിടെ ഇടപെടുന്നതാണ്. മനസ്സിലായില്ലേ? നമ്മളത് റൂഹ് കൂടി മരിച്ചുപോയ ആൾ ആത്മാവ് കയറി എന്നൊക്കെയാ പറയാം. അത് ആത്മാവ് കയറുന്നതല്ല, അവിടെ പരിചയമുള്ള ഒരു ജിന്ന് ഇവിടെ പണിയെടുക്കുന്നതാണ് പിന്നെ തലമുറയിൽ. മാത്രവുമല്ല, ഇന്ന് ഈ ടീമിന്റെ പുതിയ വാദം ജിന്നുകൾക്കും മലക്കുകൾക്കും നൽകപ്പെട്ട വ്യവസ്ഥക്കുള്ളിൽ ഉള്ളത് ചോദിച്ചാൽ അത് ഷിർക്കല്ല എന്ന ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള കടുത്ത അന്ധവിശ്വാസത്തിലേക്ക്, ഷിർക്കൻ ആശയങ്ങളിലേക്ക് ഇവർ ജനങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ, പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുചര്യയുടെയും അടിസ്ഥാനത്തിൽ ബോധവൽക്കരിക്കുക, തുറന്നു കാണിക്കുക എന്നാണ് ഇവിടെ ഞങ്ങൾക്ക് നിർവഹിക്കാനുള്ളത്. ഇതിൽ നമ്മൾ നിർവഹിച്ചതും അത് തന്നെയാണ്. അത് അദ്ദേഹത്തിന് കൂടുതൽ പൊള്ളിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ഷിർക്കൻ പ്രാർത്ഥനകൾക്ക് അള്ളാഹു ജവാബ് നൽകും എന്ന് മുഹ്സിൻ ഐദീദ് പറഞ്ഞിട്ടുണ്ട്. ഷിർക്കൻ മന്ത്രങ്ങൾക്ക് അള്ളാഹു ഉദ്ദേശിച്ചാൽ ജവാബ് നൽകും എന്ന് മുഹ്സിൻ ഐദീദ് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ കൃത്യമായി നേരത്തെ കഴിഞ്ഞ പ്രഭാഷണത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാദം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ്. നിങ്ങൾ ആലോചിക്കണം, അദ്ദേഹം പറഞ്ഞതെന്താണ് എന്ന് നേരത്തെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒന്നുകൂടി അത് കേൾക്കാവുന്നതാണ്. ഷിർക്കായ മന്ത്രങ്ങൾ അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാകും. ചിലപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ച ഉപദ്രവം ഉണ്ടാകും. എന്താ അദ്ദേഹം പറഞ്ഞത്? ഷിർക്കായ മന്ത്രങ്ങൾ അതുകൊണ്ട് ഉപദ്രവമുണ്ടാവും. ചിലപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഉപദ്രവമുണ്ടാകും. ഷിർക്കായ മന്ത്രങ്ങൾ അതുകൊണ്ട് ഉപദ്രവമുണ്ടാകും. ചിലപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഉപദ്രവമുണ്ടാവും. ഇതാണല്ലോ മുഹ്സിൻ ഐദീദ് പറഞ്ഞത്. ഞാൻ പറഞ്ഞതും മുഹ്സിൻ ഐദീദ് പറഞ്ഞതും തമ്മിൽ വാക്കുകളിൽ ചില വ്യത്യാസമുണ്ട് എന്നല്ലാതെ ആശയതലത്തിൽ എന്താണ് വ്യത്യാസമുള്ളത്? മുഹ്സിൻ ഐദീദ് പറഞ്ഞതിനെ ചില വാക്കുകൾ മാറ്റിയിട്ട് ആശയതലത്തിൽ മാറ്റമില്ലാതെ ഞാൻ പറഞ്ഞു. എന്നാൽ ഞാൻ പറഞ്ഞത് എന്താണ്? ഷിർക്കൻ മന്ത്രങ്ങൾക്ക് അല്ലാഹു ഉദ്ദേശിച്ചാൽ ജവാബ് നൽകുമെന്ന് മുഹ്സിൻ ഐദീദ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതല്ലേ ഞാൻ പറഞ്ഞത്? ശരി എന്നല്ലേ? ഷിർക്കായ മന്ത്രങ്ങൾക്ക് അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാവും, ചിലപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഉപദ്രവം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഇത് ഇസ്ലാമികമാണോ? മന്ത്രം എന്താണ്? മന്ത്രം പ്രാർത്ഥനയാണ്. ഷിർക്കൻ മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഷിർക്കിൽ അധിഷ്ഠിതമായ പ്രാർത്ഥനകൾ, അഥവാ അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനകൾ. അപ്പോൾ അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന കൊണ്ട് ഉപദ്രവമുണ്ടാകും, ചിലപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഉപദ്രവമുണ്ടാവും എന്ന് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കും, ജവാബ് ലഭിക്കും എന്ന് തന്നെയല്ലേ മുഹ്സിൻ ഐദീദ് സമൂഹത്തെ പഠിപ്പിക്കുന്നത്? ഇത് വിശുദ്ധ ഖുർആനിലെ നിരവധി ആയത്തുകൾക്ക് എതിരല്ലേ? സൂറത്തു ഫാത്തിറിലെ 13-14 വചനം പരിശോധിച്ചു നോക്ക്. 13-ാമത്തെ വചനത്തിൽ അള്ളാഹ് പറഞ്ഞു, ദാലിക്കുമുല്ലാഹു റബ്ബുക്കും വല്ലദീന തദ്ഉന മിൻ ദൂനിഹി ലാ യംലികൂന മിൻ ഖുത്മീർ. അവനാണ് നിങ്ങളുടെ ഏകനായ ആരാധ്യനായ രക്ഷിതാവ്, അവർ ഒരു കാരക്കക്കുരുവിൻ്റെ പാട പോലും ഉടമപ്പെടുത്തുന്നില്ല. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആക്കും,
നിങ്ങൾ തേടിയാൽ നിങ്ങളുടെ തേട്ടം അവർ കേൾക്കില്ല. വലൗ സമിഉ മസ്തജാബൂലക്കും, കേട്ടാലും ഉത്തരം ചെയ്യുകയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നാളെ പരലോകത്തിൽ നിങ്ങൾ ചെയ്ത ഷിർക്കിനെ അവർ നിഷേധിക്കും. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, ഇത് പടച്ചവനാണ് നിനക്ക് വിവരം നൽകിയിട്ടുള്ളത്. വളരെ കൃത്യല്ലേ? ഷിർക്കിൽ അധിഷ്ഠിതമായ അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനകൾക്ക്, മന്ത്രങ്ങൾക്ക് അള്ളാഹു ഉത്തരം നൽകുകയില്ല. അതുകൊണ്ട് ഉപകാരമോ ഉപദ്രവമോ വരുത്തിവെക്കാൻ സാധ്യമല്ല. സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്ത് വായിച്ചു നോക്ക്. വയഅ്ബുദൂന മിൻ ദൂനില്ല മാലാ യളുറുഹും വലാ യൻഫഉഹും, അവർ അള്ളാഹുവിനു പുറമെ വേറെ ചിലരെ ഇബാദത്ത് ചെയ്തു, ആരാധിച്ചു അഥവാ പ്രാർത്ഥിച്ചു. ആരാധന പ്രാർത്ഥനയിൽ അധിഷ്ഠിതമാണ്. പ്രാർത്ഥന ആരാധനയാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ. അപ്പോൾ അള്ളാഹു അല്ലാത്തവരെ അവർ ആരാധിച്ചു. എന്താണ് ആ ആരാധ്യന്മാരുടെ അവസ്ഥ? മാലാ യളുറുഹും, അവർക്ക് ഉപദ്രവം വരുത്തി വെക്കാൻ കഴിയാത്തവരാണവർ. വലാ യൻഫഉഹും, അവർക്ക് ഉപകാരം ചെയ്യാനും സാധിക്കാത്തവരാണ്. അഥവാ ശിർക്കൻ മന്ത്രങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ഉണ്ടാവുകയില്ല. കാരണം അത് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയാണ്. ആ അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയ്ക്ക് ജവാബ് ലഭിക്കുകയില്ല. ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശം. ഈ ആദർശത്തെ വികലമാക്കിയ മുഹ്സിൻ ഐദീദ് അലിമദനിക്കും ടീമിനുമെതിരെ നിരീശ്വരവാദികൾ എന്ന് ആരോപിക്കുമ്പോൾ അവരെക്കുറിച്ച്, മുഹ്സിൻ ഐദീദിനും ടീമിനും കുറിച്ച് നമ്മളെന്താ പറയേണ്ടത്? അത് ശ്രോതാക്കൾ തീരുമാനിച്ചു കൊള്ളുക. സൂറത്തു യൂനുസിലെ തന്നെ 106-ാമത്തെ ആയത്ത് പഠിച്ചു നോക്കും. മുഹ്സിൻ ഐദീദ് വലാ തദ്ഉ മിൻ ദൂനില്ല മാലാ യൻഫഉക വലാ യളുറുക. അല്ലാഹ് പറയാ, നീ ദുആ ചെയ്യരുത്, നീ പ്രാർത്ഥിക്കരുത്, നീ ആരാധിക്കരുത് അള്ളാഹുവിനു പുറമെ മാലാ യൻഫഉക, നിനക്ക് ഉപകാരം ചെയ്യാത്തവരെ, വലാ യളുറുക, നിനക്ക് ഉപദ്രവം വരുത്തി വെക്കാത്തവരെ. എന്ന് വെച്ചാൽ ആ പ്രാർത്ഥന കൊണ്ട്, ആ മന്ത്രം കൊണ്ട്, ശിർക്കിൽ അധിഷ്ഠിതമായ മന്ത്രം കൊണ്ട് ഉപദ്രവമോ ഉപകാരമോ ലഭിക്കുകയില്ല. അങ്ങനൊരു ഉപകാരമോ ഉപദ്രവമോ ഉണ്ടാക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുകയുമില്ല. കാരണം ശിർക്കിൽ അധിഷ്ഠിതമായ ഒരു പ്രാർത്ഥനക്കും ഒരു ഇബാദത്തിനും ഫലം ലഭിക്കില്ല എന്നാണ് ഇസ്ലാം അനവധി ആയത്തുകളിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ സൂറത്തു അഹ്കാഫിലെ 5-6 ആയത്ത് മുഹ്സിൻ ഐദീദിന് വായിച്ചു നോക്കാം. ശ്രോതാക്കൾ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ സൂറത്തു റാദിലെ 14-ാമത്തെ വചനം വായിച്ചു നോക്കണം. സൂറത്തു അറാഫിലെ 194 മുതൽ 196 വരെയുള്ള വചനങ്ങൾ പഠിക്കണം. അതുപോലെ സൂറത്തു ഇസ്രായിലെ 56-ാമത്തെ വചനം വായിച്ചു നോക്കുക. ഇങ്ങനെ നിരവധി വചനങ്ങൾ. ഈ വചനങ്ങളൊക്കെ പഠിപ്പിച്ചത് ഷിർക്കിൽ അധിഷ്ഠിതമായ മന്ത്രത്തിന് അഥവാ ആ പ്രാർത്ഥനകൾക്ക് ഫലം ലഭിക്കില്ല എന്നാണ്. ഇത് ഫലം ലഭിക്കും, ജവാബ് നൽകും എന്നാണ് മുഹ്സിൻ ഐദീദ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് സമൂഹത്തിൻ്റെ മുമ്പിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? വിശദീകരിക്കേണ്ടതുണ്ട്. എന്നിട്ട് ഷിർക്കൻ മന്ത്രങ്ങൾക്ക് ഫലം ലഭിക്കും എന്ന് പറഞ്ഞതിനു ശേഷം അദ്ദേഹം ആ കൂട്ടത്തിൽ തുടർന്ന് പിന്നീട് സൂചിപ്പിച്ചിട്ടുള്ളത്, ഞാൻ എവിടെയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ വെല്ലുവിളിച്ചതിന് ശേഷം അദ്ദേഹം വിശദീകരിക്കുന്നത്, അള്ളാഹു നിശ്ചയിച്ച പ്രാപഞ്ചികമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആ പ്രാപഞ്ചികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ മതപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇവിടെ ദുനിയാവിൽ നടക്കുന്നില്ല എന്ന. ഏതുപോലെ കത്തിയെടുത്ത് കുത്തിയാൽ ഒരാൾക്ക് അതുകൊണ്ട് മുറിവാവൂലേ? ചിലപ്പോൾ അപകടം പറ്റുകയില്ലേ? ആ അപകടം പറ്റിക്കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ മരിക്കാം. അപ്പം കത്തിയെടുത്ത് കുത്തുന്നത് പോലെയാണ്, ഇതുപോലെയാണ് സിഹിർ, അതിൽപ്പെട്ടതാണ് സിഹിർ എന്ന് വളരെ ആസൂത്രിതമായി അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കാവുന്നതാണ്. അതിൽപ്പെട്ടതാണ് സിഹർ, മാറണമെന്നത്. ചില മന്ത്രങ്ങൾ, ചില ജപങ്ങൾ, ചില കാര്യങ്ങൾ അവ ചെയ്തു കഴിഞ്ഞാൽ ഇന്നത് സംഭവിക്കും, പിശാച് അവനെ സഹായിക്കും
അതൊക്കെ അള്ളാഹു പ്രപഞ്ചത്തിൽ വിധിച്ച കാര്യമാണ്. അതൊരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകിയതാണ് എന്ന് എങ്ങനെയാണ് ഒരാൾ പറയുക? ആരെങ്കിലും പറയുമോ സൽക്കർമ്മിയായ ഒരു മനുഷ്യനെ മറ്റൊരാൾ വധിച്ചു കഴിഞ്ഞാൽ, ഒരു അതിക്രമിയായ ഒരാൾ വധിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവാണ് അവനെ വധിച്ചത് എന്ന് പറയുമോ? അപ്പൊ ഇദ്ദേഹം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കത്തിയെടുത്തു കുത്തിയാൽ മുറിവാവുന്നത് പോലെ, പരിക്ക് പറ്റുന്നത് പോലെയാണ് അത്ര മാരണക്കാരൻ മാരണം ചെയ്താൽ ഉണ്ടാവുന്നത്. അത് അള്ളാഹ് നിശ്ചയിച്ച പ്രാപഞ്ചികമായിട്ടുള്ള നിയമമാണെന്ന്. കത്തിയെടുത്തു കുത്തിയാൽ അതുകൊണ്ട് പരിക്കുണ്ടാവുക എന്നുള്ളത് കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അത് അള്ളാഹ് നിശ്ചയിച്ച പ്രാപഞ്ചികമായ വ്യവസ്ഥയാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞിട്ട് പോലുമില്ല പ്രവാചകൻ്റെ തലയിലെ മുടി, പ്രവാചകൻ തല ചീകാൻ ഉപയോഗിച്ച ചീർപ്പിൻ്റെ പല്ലുകൾ, അതുപോലെ തന്നെ പ്രവാചകൻ്റെ ആ നാട്ടിലുണ്ടായിരുന്ന ഒരു ഈത്തപ്പനയുടെ ഉണങ്ങിയ കുലത്തണ്ടുകൾ, ഇത് മൂന്നും ദർവാൻ എന്ന് പറയുന്ന കിണറ്റിൽ കൊണ്ടുപോയിട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെയ്ത കാര്യം ചെയ്തിട്ടില്ല എന്നും ചെയ്യാത്ത കാര്യം ചെയ്തിട്ടുണ്ട് എന്നുമാണല്ലോ പ്രവാചകനു മാരണം ബാധിച്ചു എന്ന് പറയുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൻ്റെ കാര്യകാരണ ബന്ധം എന്താ? അതൊന്നും നിങ്ങൾ വിശദീകരിച്ച് തന്നാൽ തരക്കടില്ല. പ്രവാചകൻ അറിഞ്ഞിട്ട് പോലുമില്ല, കത്തിയെടുത്ത് കുത്തുന്നത് പോലെയാണോ ഇത്? എന്തിനാണ് ജനങ്ങളെ ഈ രീതിയിൽ പൊട്ടന്മാരാക്കുന്നത്? മുഹ്സിനെ, ആ മുഹ്സിൻ എന്ന പേരെന്നെങ്കിലും അന്വർത്ഥമാക്കേണ്ടേ? ഇഹ്സാനല്ലേ ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലേ? അതിന് ആരാണ് ഇഹ്സാൻ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയല്ല അല്ലാഹ് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല അല്ലേ? ഒരു കാര്യം ഇഹ്സാനായി തീരണമെങ്കിൽ അതോടൊപ്പം ഒരു ബോധം വേണ്ടേ? ആരും കാണുന്നില്ലെങ്കിലും അള്ളാഹു കാണുന്നുണ്ട് അല്ലേ? ഞാൻ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു എന്നെ കാണുന്നു എന്ന ബോധത്തോടു കൂടി കാര്യങ്ങൾ പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യണമല്ലോ. അങ്ങനെ നന്മ ജനങ്ങളുടെ മുമ്പിൽ ഉപദേശിക്കുമ്പോഴല്ലേ അത് ഇഹ്സാനായിത്തീരുന്നത്. പക്ഷേ പടച്ചവൻ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ പോലും ജനങ്ങളുടെ മുമ്പിൽ പടച്ചവൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുമ്പോൾ അതെങ്കിലും ഓർക്കേണ്ടതില്ലേ? കത്തിയെടുത്തു കുത്തിയാൽ പരിക്ക് പറ്റുന്നതും ഒരു തകിടിലോ കരിക്കിലോ കോഴിമുട്ടയിലോ വേറെ എന്തെങ്കിലും വസ്തുക്കളിലോ ഒരുത്തൻ അറിയാതെ ഒരു മാരണക്കാരൻ എവിടെയെങ്കിലും ഒരു സിഹിർ മാരണം ചെയ്തു വച്ചാൽ അത് കൊണ്ട് ഇയാൾക്ക് ഉപകാരമോ ഉപദ്രവമോ ലഭിക്കുന്നതും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെടുത്തുക? കത്തിയെടുത്ത് കുത്തിയാൽ പരിക്കുണ്ടാവുമെന്ന് പറഞ്ഞതിൽ അതിൽ കാര്യകാരണ ബന്ധമുണ്ട്. അത് പ്രാപഞ്ചികമായി അള്ളാഹ് നിശ്ചയിച്ചതാ. ഇതിൽ പടച്ചവൻ നിശ്ചയിച്ചിട്ടുള്ള കാര്യകാരണ ബന്ധം എവിടെയാണ്? നിങ്ങൾ പറയുന്നത് അവിടെ ഷെയ്ത്താനോട് പ്രാർത്ഥിച്ചാൽ എന്ത് ചെയ്യും? ആ സാഹിറിനെ സഹായിക്കുന്നത് ഷെയ്ത്താനാണ് എന്നാണല്ലോ നിങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിൽ പഠിപ്പിക്കുന്നത് അല്ലേ? ആ ഷെയ്ത്താനെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്തിട്ട് ഷെയ്ത്താനാണ് സാഹിറിന് അതിൽ സഹായിക്കുന്നത്, ആ സിഹിർ ഫലിപ്പിക്കുന്നത് ഷെയ്ത്താനാ. അപ്പോൾ അവിടെ ശിർക്കൻ വാദം വന്നില്ലേ? ഷെയ്ത്താനെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ എന്ന് പറഞ്ഞാൽ ഷെയ്ത്താനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കുമെന്നല്ലേ ആ പറഞ്ഞതിൻ്റെ അർത്ഥം? അപ്പോൾ എന്താണ് താൻ പറയുന്നത് എന്ന് പോലും ബോധമില്ലാതെ ഖലാഉൽ കൗനിയും അതുപോലെ തന്നെ ഖലാഉ ശറഈയൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ബൈത്തുൽ മഖ്ദിസ് അത് ജൂതന്മാരുടെ കൈകളിലാണ്, അത് അള്ളാഹിൻ്റെ തീരുമാനമാണ്, ശരി. പക്ഷെ അള്ളാഹ് ബൈത്തുൽ മഖ്ദിസ് ജൂതന്മാരുടെ കൈകളിൽ അകപ്പെടണമെന്ന് അള്ളാഹ് ആഗ്രഹിച്ചിട്ടില്ലല്ലോ. അതും ഈ മാരണവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഇപ്പോൾ മോഡിക്ക് അധികാരം നൽകില്ലേ 2 ടേമിൽ, ഇനി അടുത്ത ടേമിൽ ആർക്ക് അധികാരം നൽകും? ആരാണ് അധികാരം നൽകുന്നത്? അള്ളാഹു ആണല്ലോ അധികാരം നൽകുന്നത്. കുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്. അപ്പോൾ അള്ളാഹ് അധികാരം നൽകാൻ മനുഷ്യ സമൂഹം ദുഷിക്കുമ്പോൾ അത്തരത്തിലുള്ള ചില ആളുകളെ അധികാരത്തിൽ അള്ളാഹ് കൊണ്ടുവരുമെന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതും സിഹിർ, ഷിർക്കിൽ അധിഷ്ഠിതമായ സിഹിറും തമ്മിൽ എങ്ങനെ ബന്ധപ്പെടുത്തുക? സത്യത്തെയും അസത്യത്തെയും കൂട്ടിക്കലർത്തി ജനങ്ങൾക്കിടയിൽ ദുർബോധനം നടത്തുന്ന പതിവാണ് മുഹ്സിൻ ഐദീദ് നടത്തുന്നത്. ഷെയ്ത്താൻ്റെ പണിയാണ്. എന്നിട്ട് ആൾ ദൈവങ്ങളെക്കുറിച്ചും അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. ആൾ ദൈവങ്ങളുടെ മുമ്പിൽ പോയി സഹായം ചോദിച്ചാൽ
അത് ലഭിക്കുകയില്ലേ എന്ന്. ഇപ്പോൾ ഒരാൾ ദൈവത്തിൻ്റെ മുന്നിൽ പോയി അവൻ പറയാം, ഞാൻ പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് കുറച്ച് പണം തരണം എന്ന് പറയാൻ അയാൾ കയ്യിലുള്ള കുറച്ച് പൈസ എടുത്തു കൊടുത്താലോ? അത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകലാണോ? അല്ല, ഒരിക്കലും അല്ല. ആൾ ദൈവങ്ങളുടെ മുമ്പിൽ പോയി ഞാൻ പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ അത് ലഭിക്കുന്നത് ആൾ ദൈവത്തിൻ്റെ കഴിവിൽപ്പെട്ടത് കാശ് കൊടുക്കുന്നു, ചിലപ്പോൾ ആശുപത്രിയിൽ സഹായം ചെയ്തു കൊടുക്കുന്നു. അതിനപ്പുറം ആൾ ദൈവങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ? മാത്രവുമല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് പ്രാർത്ഥനയാവുമോ? പ്രാർത്ഥനയാവേണമെങ്കിൽ അവിടെ എന്തു വേണം? പടച്ചവനിൽ നിന്നു പ്രതീക്ഷിക്കേണ്ട, പടച്ചവനിൽ നിന്നു മാത്രം പ്രതീക്ഷിക്കേണ്ട മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ചോദ്യമാണ്. അപ്പോഴാണത് പ്രാർത്ഥനയായി തീരുക. അപ്പോൾ എന്താണ് പ്രാർത്ഥന എന്ന് പോലും മനസ്സിലാക്കാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എന്നിട്ട് കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ അറിയോ? സിഹ്ർ ഫലിക്കും. എപ്പോഴാ ഫലിക്കുക? അള്ളാഹുവിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ സിഹ്ർ ഫലിക്കുമെന്ന. അള്ളാഹിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ സിഹ്ർ ഫലിക്കും. ഒന്ന് കേട്ടു നോക്ക്. അനുമതി ഇല്ലെങ്കിൽ ഫലിക്കുകയുമില്ല. അവർക്ക് ഒരാളെയും ഉപദ്രവം ഏൽപ്പിക്കാൻ സാധിക്കുകയില്ല അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ. ഉസൂൽ ഫിഖ് പഠിക്കുന്ന ആളുകൾക്കറിയാം ഇതിൻ്റെ അർത്ഥം എന്താണ്. അള്ളാഹുവിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ ഉപദ്രവം ഉണ്ടാകും, അള്ളാഹുവിൻ്റെ അനുമതി ഇല്ലെങ്കിൽ ഉപദ്രവം ഉണ്ടാവില്ല. നോക്കൂ, ഇതിനെക്കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സൂചിപ്പിച്ചിരുന്നു. പക്ഷെ മൂപ്പര് അതൊന്നും കണ്ടിട്ടില്ല. ഖുർആനെ കണ്ടെത്തൽ എന്ന തൻ്റെ ഖുർആൻ വിവരണത്തിൽ ചെറിയമുണ്ട അബ്ദുൽ ഹമീദ് മദീനി പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട്, ഒരു വാചകമുണ്ട്. അതാണ് മുഹ്സിന് അതിന് മറുപടിയായിട്ട് പറയാറുള്ളത്. ജിന്നുകളും പിശാചുക്കളും മാരണക്കാരും അള്ളാഹുവിൻ്റെ അനുവാദത്തോടെ രോഗവും മരണവും ഉണ്ടാക്കാൻ സാധ്യതയില്ലേ എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതു പരേതാത്മാക്കൾ അള്ളാഹു നൽകുന്ന കഴിവുകൊണ്ട് രോഗം മാറ്റാനും മരിച്ചവരെ ജീവിപ്പിക്കാനും സാധ്യതയില്ലേ എന്ന ചോദ്യം പോലെ തന്നെ പൈശാചികമായ ഒരു കുതന്ത്രം മാത്രമാകുന്നു. ഇത് മുഹ്സിൻ്റെ കുതന്ത്രാണ്. അള്ളാഹിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ ഫലിക്കും, അള്ളാഹിൻ്റെ അനുമതി ഇല്ലെങ്കിൽ ഫലിക്കൂല. ഇതന്നല്ലേ ഖുറാഫിയാളും പറയുന്നത്. ഞങ്ങൾ മഹാത്മാക്കളോട് സഹായം തേടുകയാണ്, മൺമറഞ്ഞു പോയ അമ്പിയാക്കളോടും ഔലിയാക്കളോടും സഹായമാണ് തേടുന്നത്. ഞങ്ങൾ സഹായിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. അത് അവർക്ക് കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കുന്നതാണ്. അതും നിങ്ങളിപ്പോൾ വാദിക്കാൻ തുടങ്ങിയല്ലോ. അപ്പം മുഹ്സിൻ ഐദീദ് കൃത്യമായി കാര്യങ്ങളൊന്ന് പഠിക്കണം. ഇത്രയും വലിയ വിഡ്ഢിത്തങ്ങൾ പറഞ്ഞു വെച്ചിട്ട് അദ്ദേഹം ആരോപിക്കുന്നത് എന്താണ് അറിയാം? സിഹ്റിന് എത്ര തെളിവ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ തെളിവിനെന്നും തൊട്ടിട്ടില്ലല്ലോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആവലാതി. അതൊന്ന് കേട്ടു നോക്ക്. സിഹ്ർ ഫലിക്കും എന്നതിന് തന്നെയാണ് ഞാൻ തെളിവുകൾ പറഞ്ഞത്. സൂറത്തു അൽ ബഖറയിലെ 102-ാമത്തെ ആയത്തിൽ എത്ര തെളിവുകൾ പറഞ്ഞു. എന്തേ നിങ്ങൾ അതിന് മറുപടി പറയാത്തത്? അപ്പോൾ സിഹ്ർ ഫലിക്കും എന്നതിന് ഒരുപാട് തെളിവ് പറഞ്ഞിട്ടുണ്ട് എന്ന സൂറത്തു ബഖറയിലെ 102-ാമത്തെ ആയത്ത്. സൂറത്തു ബഖറയിലെ 102-ാമത്തെ ആയത്തിൽ സിഹ്റിനെ കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത്? വമാ കഫറ സുലൈമാൻ വലാകിന്ന ഷയാത്തീന കഫറു യുഅല്ലിമൂനന്നാസ സിഹ്റ. ഇതല്ലേ സിഹ്റിനെ കുറിച്ച് പറഞ്ഞ്? സുലൈമാൻ അലൈഹിസ്സലാം സത്യനിഷേധിയായിട്ടില്ല, എന്നാൽ മാരണം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട്, സിഹ്ർ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ജൂത പിശാചുക്കളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അവരാണ് സത്യനിഷേധത്തിൽ അകപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ സിഹ്ർ പഠിപ്പിച്ചു കൊടുത്താൽ അതുതന്നെ കുഫറിന് കാരണമാണ് എന്നല്ല 102-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. സിഹ്ർ ഫലിക്കും എന്ന് എവിടെയാണ് 102-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്? സിഹ്റിനെ കുറിച്ച് പച്ചയായി 102-ാമത്തെ വചനം, സൂറത്തു ബഖറയിലെ 102-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് വമാ കഫറ സുലൈമാൻ വലാകിന്ന ഷയാത്തീന കഫറു യുഅല്ലിമൂനന്നാസ സിഹ്റ എന്ന. ജനങ്ങൾക്ക് സിഹ്ർ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട്, മാരണം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് എന്തു ചെയ്തു? അവർ കാഫിറായി, ജൂതപിശാചുക്കൾ കാഫിറായി എന്ന്. അതല്ലാതെ സിഹ്ർ ഫലിക്കുന്ന ഇവിടെ 102-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതേ രീതിയിൽ മീൻ ശരി നഫാസാത്തി ഫിൽ ഉഖദ്, അവിടെ ഞാൻ തെളിവ് പറഞ്ഞില്ലേ, അതൊന്നും തൊട്ടിട്ടില്ല എന്ന്. അതൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. താഴെ ഞാൻ പറഞ്ഞത് ക്ലിപ്പിട്ട് തന്നെ താങ്കൾ സംസാരിക്കുന്നുണ്ടല്ലോ. ഇനി അതിന് പുറമെ
സിഹിർ ഫലിക്കുകയില്ല എന്നതിന്, പ്രവാചകന് സിഹിർ ഫലിച്ചിട്ടില്ല എന്നത്, ഇതിനൊക്കെ എത്ര തെളിവുകൾ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകന് മാരണം ഫലിച്ചിട്ടില്ല. സൂറത്തു ഇസ്രായിലെ 47-48 വചനം, സൂറത്തു ഫുർഖാനിലെ 8-9 വചനം, പ്രവാചകനു മാരണം ഫലിച്ചു എന്ന വാദം സത്യനിഷേധികളായ മുശ്രിക്കുകൾ, പ്രവാചകന്റെ ശത്രുക്കൾ ഉന്നയിച്ചതാണ്. തൊട്ടിട്ടില്ലല്ലോ. അതേ രീതിയിൽ സിഹിർ ഫലിക്കുമെന്ന വിശ്വാസം അള്ളാഹുവിൻ്റെ ശാപത്തിന് കാരണമായി തീരും. സൂറത്തു നിസായിലെ 51-52 വചനം, സിഹിർ ഷിർക്കിൽ അധിഷ്ഠിതമാണ്. ഷിർക്കിൽ അധിഷ്ഠിതമായ ഒന്നിനും ഫലമുണ്ടാവുകയില്ല. നേരത്തെ നമ്മൾ ആയത്ത് സൂചിപ്പിച്ചു. അതിനു പുറമെ എത്ര നിരവധി ആയത്തുകൾ നമ്മൾ പറഞ്ഞില്ലേ. അതിനെക്കുറിച്ചൊന്നും മുഹ്സിൻ ഐദീദ് പറഞ്ഞിട്ടില്ലല്ലോ. എന്നിട്ട് നേരെ അദ്ദേഹം ചാടിയിട്ടുള്ളത് മൂസ അലൈഹിസ്സലാമയുടെ സമൂഹത്തിൽ സംഭവിച്ച ആ ചരിത്രത്തിൽ പറയുന്ന സിഹിറിനെ കുറിച്ചാണ്. അതൊന്ന് കേട്ടു നോക്ക്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ സാഹിറന്മാർ കാണുന്ന മനുഷ്യരുടെ കണ്ണുകളിൽ എങ്ങനെയാണ് ആ വടി അത് ഇത്ര വലിയ പാമ്പുകളാണെന്ന് തോന്നിപ്പിച്ചത്? എന്താ അതിന്റെ ഉത്തരം? മൂസ അലൈഹിസ്സലാമയുടെ ചരിത്രത്തിൽ പറയുന്ന സിഹിർ, പ്രവാചകന് ബാധിച്ചു എന്ന് പറയുന്ന സിഹിർ, ഇത് രണ്ടും രണ്ടാണ്. ഒന്ന് കൺകെട്ട് വിദ്യയാണ്, മറ്റൊന്ന് മാരണമാണ്. പ്രവാചകന് ബാധിച്ചു എന്നും മറ്റുള്ളവർക്ക് ബാധിക്കുമെന്നും നിങ്ങൾ പറയുന്നത് അത് മാരണമാണ്. എന്നാൽ മൂസ അലൈഹിസ്സലാമയുടെ മുമ്പിൽ അവർ അവതരിപ്പിച്ച സിഹിർ അത് മാജിക്കാണ്, കൺകെട്ട് വിദ്യയാണ്. അവർ അവരുടെ വടികളും കയറുകളും ഒക്കെ മൂസ അലൈഹിസ്സലാം കാണുന്ന വിധത്തിൽ എന്ത് ചെയ്തു? മൂസ അലൈഹിസ്സലാമയുടെ മുമ്പിൽ, സമൂഹത്തിൻ്റെ മുമ്പിലിട്ടു. അപ്പം അത് ഇഴയുന്നതായിട്ട് മൂസ അലൈഹിസ്സലാമക്ക് അവരുടെ മാജിക്ക് കൊണ്ട് തോന്നി. എന്നാൽ മറ്റേത് ബ്ലാക്ക് മാജിക്കാണ്. അഥവാ നബി അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ മാരണക്കാരൻ ചെയ്യുന്ന ഈ വിദ്യകളൊന്നും ആരറിയുന്നില്ല. ആരെക്കുറിച്ച് ആർക്കെതിരെയാണോ അയാൾ മാരണം ചെയ്യുന്നത് അയാൾ അറിയുന്നില്ല. അയാൾ തകിടിലോ അല്ലെങ്കിൽ കോഴിമുട്ടയിലോ കരിക്കിലോ തെച്ചിപ്പൂവിലോ കോഴിത്തലയിലോ ഇതെല്ലാം കൂടി കൂട്ടിയിട്ടൊക്കെ അയാൾ മാരണം ചെയ്യുന്നു. ഈ ആളിത് കാണുന്നില്ല, അറിയുന്നില്ല. ഇത് എവിടെയോ കൊണ്ടുപോയി വെച്ചാൽ അതുകൊണ്ട് ഇയാൾക്ക് എന്തെങ്കിലും ഉപകാരമോ ഉപദ്രവമോ ലഭിക്കുമെന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇത് രണ്ടും എങ്ങനെയാണ് വിലയിരുത്തുക? ഒന്ന് കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൺകെട്ട് വിദ്യ, മാജിക്ക്. മറ്റേത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. രണ്ടും രണ്ടാണ്. ഈ രീതിയിൽ മുഹ്സിനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്നു മാത്രമേ ഉപദേശിക്കാനുള്ളൂ. ഇനി മിൻ ശർരി നഫ്ഫാസാത്തി ഫിൽ ഉഖദ് പറഞ്ഞപ്പോൾ ഞാൻ വളരെ കൃത്യമായി സൂചിപ്പിച്ചിരുന്നു, കെട്ടുകളിൽ ഊതുന്നവരുടെ ഷെറിൽ നിന്ന് അള്ളാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അത് യഥാർത്ഥത്തിൽ സിഹിറിൽ നിന്ന് രക്ഷ തേടുന്നു എന്നല്ല, മറിച്ച് ആ മാരണം ഷിർക്കാണ്. ആ ഷിർക്കിലേക്ക്, ആ അന്ധവിശ്വാസത്തിലേക്ക് ജനങ്ങളെ ഇവർ കൊണ്ടുപോകുന്നു. ആ അന്ധവിശ്വാസത്തിൽ അകപ്പെട്ടാൽ ഇവരുടെ പരലോകം പോലും നഷ്ടപ്പെടും. അതിൽ നിന്നു ഞാൻ രക്ഷ തേടുന്നു എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ക്ലിപ്പിട്ടിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ആരാണ് ഇങ്ങനൊരു തഫ്സീർ പറഞ്ഞിട്ടുള്ളത് എന്ന്. അതൊന്ന് കേട്ടു നോക്ക്. കെട്ടുകളിൽ ഊതുന്നവരുടെ ഷർ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ജനങ്ങൾ സിഹർ ഫലിക്കുമെന്ന് പറഞ്ഞ ആളുകൾ എങ്ങനെ പേടിപ്പിക്കും അങ്ങനെ കെട്ടുകളിൽ ഊതുന്ന ആൾക്കാരെ. അപ്പൊ ഇങ്ങനെ അവർ പേടിപ്പിച്ച് ജനങ്ങളെ ഷിർക്കിലേക്ക് കൊണ്ടുപോകും. അതാണ് മീ ഷർറി നഫ്ഫാസാത്തി ഫിൽ ഉഖദ് എന്നതിന്റെ അർത്ഥം. അതല്ലാതെ കെട്ടുകൾ ഊതുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഉപദ്രവമൊന്നും ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ തഫ്സീർ പറഞ്ഞ ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അപ്പൊ ആരാ പറഞ്ഞിട്ടുള്ളത്? ഖുർആനിനെ എങ്ങനെയാ തഫ്സീർ ചെയ്യേണ്ടത്? നിങ്ങൾ ഉസൂലൊക്കെ പറയുന്നുണ്ടല്ലോ. ഖുർആനിനെ തഫ്സീർ ചെയ്യേണ്ടത് ആദ്യം ഖുർആൻ കൊണ്ടാണ്. ഖുർആനിനെ തഫ്സീർ ചെയ്യേണ്ടത് സുന്നത്ത് കൊണ്ടാണ്. രണ്ടാമതായിട്ട് ഖുർആനും സുന്നത്തും ഒന്ന് എടുത്തു നോക്ക്. മിൻ ശർരി നഫ്ഫാസാത്തി ഫിൽ ഉഖദ് എന്നത് സാഹിറന്മാരാണ്, അല്ലെങ്കിൽ സിഹിർ ചെയ്യുന്ന, മാരണം ചെയ്യുന്ന ആണുങ്ങളോ പെണ്ണുങ്ങളോ. നഫ്ഫാസാത്ത് എന്നാണല്ലോ പറഞ്ഞത് അല്ലേ, സ്ത്രീകളാണ്. അവർ ആ ചെയ്യുന്ന പ്രവർത്തനം അത് ഷിർക്കാണോ അല്ലയോ? ആദ്യം മുഹ്സിൻ അത് പറയണം. മിൻ ശർരി നഫ്ഫാസാത്തി ഫിൽ ഉഖദ് എന്ന് പറയുന്ന അത് മാരണമാണ് എന്ന് വിശദീകരിക്കുന്നവർ ആ മാരണം ഷിർക്കാണോ അല്ലയോ? ഇസ്ലാമിൻ്റെ അടിസ്ഥാനം എന്താണ്? മാരണം ഷിർക്കാണ് എന്ന.
നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഹദീസ് ഉണ്ട്, ഇന്ന റുക വത്തിവലത്ത വത്തമായ്മ ഷിർക്കുൻ, അല്ലേ? തിവലത്ത് മാരണം ഷിർക്കാണ്. ഇനി മറ്റൊരു ഹദീസ്, ചില പോരായ്മകളൊക്കെ ഇല്ലത്തുകളൊക്കെ ഹദീസിനുണ്ട് എന്ന് മുഹദ്ദിസീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ് ഹദീസ്? മൻ അഖദ ഉഖ്ദതൻ സുമ്മ നഫസ ഫീഹ ഫഖദ് സഹറ വമൻ സഹറ ഫഖദ് അശ്റക. അല്ലെ, ആരെങ്കിലും എന്തെങ്കിലും കയറോ നൂലോ ഒക്കെ എടുത്തിട്ട് കെട്ടിട്ട് എന്നിട്ട് അതിൽ ഊതി സുമ്മ നഫസ ഫീഹ ഫഖദ് സഹറ, അവൻ മാരണമാണ് ചെയ്തിട്ടുള്ളത്. വമൻ സഹറ ഫഖദ് അശ്റക, ആ മാരണം ചെയ്തവൻ ഷിർക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഷിർക്കാണ് സിഹിർ, മാരണം എന്നത് വളരെ കൃത്യമാണല്ലോ. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച വചനം സൂറത്തുൻ നിസായിലെ 51, 52 വചനം, അല്ലേ? ജിബ്ത്തിൽ വിശ്വസിക്കുന്നവനെ അള്ളാഹ് ശപിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതാ. എന്താണ് ജിബ്ത്ത്? ജിബ്ത്തിൻ്റെ ഒരർത്ഥമാണ് മാരണം. അപ്പൊ ആ മാരണത്തിൽ അല്ലെങ്കിൽ മാരണക്കാരനിൽ വിശ്വസിക്കുന്നവനെ അള്ളാഹ് ശപിച്ചിട്ടുണ്ട്. എന്തേ കാരണം? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിനെതിരാണ്, ഷിർക്കിൽ അധിഷ്ഠിതമാണ്. ഈ ഷിർക്കിനെങ്ങനെ ഫലം ഉണ്ടാവുക മുഹ്സിനെ? ഷിർക്കായ പ്രാർത്ഥനകൾക്ക്, പ്രവർത്തനങ്ങൾക്ക് ഫലം ലഭിക്കുകയില്ല. ഷിർക്കിൽ അധിഷ്ഠിതമായ വിശുദ്ധ ഖുർആൻ എത്ര നിരവധി വചനങ്ങളിലല്ലേ എടുത്തു പറഞ്ഞത്? ഒരൊറ്റ വചനം പറയാലോ, സൂറത്തു അറാഫിലെ 194 ആയത്ത്, അള്ളാഹുവിനു പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നവർ ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലുള്ള അടിമകളാണ് എന്ന് അള്ളാഹ് പറഞ്ഞു. എന്നിട്ട് ബാക്കി ആയത്തിന്റെ ബാക്കി ഭാഗം എന്താ? ഒന്ന് വായിച്ചു നോക്കിയാട്ടെ മോഹ്സിൻ. ഫദ്ഉഹും ഫല്യസ്തജീബൂ ലക്കും എന്ന, നിങ്ങൾ അവരെ വിളിച്ചു തേടുക, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകട്ടെ. ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ. അഥവാ അല്ലാഹു അല്ലാത്ത ശക്തികളോട്, വ്യക്തികളോട്, ദിവ്യന്മാരോട്, സിദ്ധന്മാരോട്, ജിന്നുകളോട്, മലക്കുകളോട്, മുനിമാരോട്, മഹർഷിമാരോട്, മഹാന്മാരോട്, അമ്പിയാക്കളോട്, ഔലിയാക്കളോട്, ബാവമാരോട്, ബീവിമാരോട്, ജിന്നുകളോട്, മലക്കുകളോട് പ്രാർത്ഥിക്കുന്നവരെ, അവരെ ആരാധിക്കുന്നവരെയാണ് ഖുർആൻ വെല്ലുവിളിച്ചത്. നിങ്ങൾ അവരോടൊന്ന് വിളിച്ചു തേടുക, എന്നിട്ട് അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യട്ടെ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ. എന്താ ആയത്തിൽ നിന്ന് പഠിക്കേണ്ടത്? ഒരിക്കലും ഷിർക്കിൽ അധിഷ്ഠിതമായ ആരാധനക്ക്, പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുകയില്ല എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. അപ്പൊ അവിടെ മിൻ ശരി നഫാസാത്തി ഫിൽ ഉഖദ് എന്ന് പറഞ്ഞാൽ ആ നഫാസാത്തു ഫിൽ ഉഖദ്, ആ സാഹിറാത്തുകളുടെ പ്രവർത്തനങ്ങൾക്കോ പ്രാർത്ഥനകൾക്കോ ഫലം ലഭിക്കില്ല എന്നാണ് ഖുർആൻ ഖണ്ഡിതമായി പറഞ്ഞത്. ഖുർആനിനെ ഖുർആൻ കൊണ്ടാണ് വിശദീകരിച്ചത്, സുന്നത്ത് കൊണ്ടാണ് വിശദീകരിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ അത് ശ്രോതാക്കൾക്ക് തിരിയും. അപ്പൊ അടിസ്ഥാനപരമായി സിഹിർ ഷിർക്കാണ്. ആ ഷിർക്കിന് ഫലം ഉണ്ടാകൂല, ആ ഫലം ലഭിക്കുമെന്ന വിശ്വാസം ഇസ്ലാമിക വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ മീൻ ശരി നഫാസാത്തി ഫിൽ ഉഖദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം യഥാർത്ഥത്തിൽ ഈ സാഹിറന്മാർ അല്ലെങ്കിൽ സാഹിറത്തുകൾ അന്ധവിശ്വാസത്തിലേക്ക്, ഷിർക്കിലേക്കാണ് ക്ഷണിക്കുന്നത്. അതിൽ നിന്ന് നീ എനിക്ക് രക്ഷ നൽകണം എന്നു തന്നെയാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. ഇനി വേറെ ചില വ്യാഖ്യാനങ്ങൾ മുഫസ്സിറുകൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുടുംബ ബന്ധങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നവരുടെ ഷെറിൽ നിന്ന് റബ്ബെ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന. മിൻ ശരി നഫാസാത്തി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്നവർ. ഉഖദ്, ഉഖ്ദത്തുൻ നിക്കാഹ് എന്ന് സൂറത്തു ബഖറയിൽ ആവർത്തിച്ച് കുടുംബ ബന്ധത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. വിവാഹ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ഈ ബന്ധങ്ങളൊക്കെ തകർക്കാൻ ശ്രമിക്കുന്നവരുടെ ഷെറിൽ നിന്നാണ് അള്ളാഹുവിനോട് രക്ഷ തേടുന്നത് എന്നും വ്യാഖ്യാനമുണ്ട്. നിഷേധിക്കാൻ പറ്റുമോ? അപ്പം പരിശുദ്ധ ഖുർആനിനെ ഖുർആൻ കൊണ്ടാണ് തഫ്സീർ നടത്തിയിട്ടുള്ളത്, സുന്നത്ത് കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? തഫ്സീർ നടത്തിയിട്ടുള്ളത്. അല്ലാതെ മുഹ്സിൻ പറയുന്നത് പോലെ, തോന്നുന്നത് പോലെ ഷിർക്കൻ അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. ഇത് പറയുമ്പോൾ ഈ കാര്യം ബോധ്യപ്പെട്ടിട്ടും അങ്ങനെ എത്ര
എത്ര ഷർറുണ്ട്. അപ്പം മിനൽ വസ്വാസിൽ ഖന്നാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വസ്വാസ് ഉണ്ടാക്കും പിശാച്ച് എന്ന് പറഞ്ഞ് ഷിർക്കിൽ നിന്ന് രക്ഷ തേടുകയാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒന്ന് കേട്ടു നോക്കിയാട്ടെ. സൂറത്തുൻ നാസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്, വസ്വാസിൽ ഖന്നാസിൽ നിന്ന്, അവരുടെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അലി മദനി മറയൂരിൻ്റെ വാദപ്രകാരമാണെങ്കിൽ പിശാച് ഉപദ്രവം ഉണ്ടാക്കും, വസ്വാസ് ഉണ്ടാക്കും എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ശിർക്കിലേക്ക് നയിക്കുന്ന ആളുകളിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു എന്നാണോ അതിൻ്റെ അർത്ഥം? എന്താ? സൂറത്തുൻ നാസിൽ മിൻ ശരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്. അപ്പോൾ ഇതും ഷിർക്കല്ലേ? അപ്പോൾ ആ ഷിർക്കിൽ അകപ്പെട്ടു പോകുന്നതിൽ നിന്നാണോ ഇവിടെ രക്ഷ തേടൽ എന്നാണ്. അവിടെയും ഖുർആൻ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് മുഹ്സിൻ. സൂറത്തു അഅറാഫിലെ 16 മുതൽ വചനങ്ങൾ പരിശോധിച്ച് നോക്ക് നിങ്ങൾ. സുമ്മല ആത്തിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ അയ്മാനിഹിം വഅൻ ശമാഇലിഹിം വലാ തജിദു അക്സറഹും ശാകിരീൻ. വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ അള്ളാഹ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പടച്ചവന് നന്ദി കാണിച്ചു ജീവിക്കുന്നതിനെ തൊട്ട് ശൈത്താൻ നിങ്ങളെ അകറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കും. പടച്ചവൻ പഠിപ്പിച്ചു തന്ന ആ സിറാത്തും മുസ്തഖീമിൽ, പരിശുദ്ധ ഖുർആനിലൂടെ തിരുസുന്നത്തിലൂടെ പഠിപ്പിച്ചു തന്ന ആ സിറാത്തും മുസ്തഖീമിൽ അവൻ പതിയിരുന്ന് ആ റബ്ബിന് നന്ദി കാണിച്ച് സിറാത്തും മുസ്തഖീമിലൂടെ നീങ്ങുന്നതിൽ, ചലിക്കുന്നതിൽ നിന്ന് നിങ്ങളെ അവൻ ദുർബോധനം നടത്തി പിന്തിരിപ്പിച്ചു കളയും. ആ ദുർബോധനത്തിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടിക്കൊള്ളണം എന്നാണ് വിശുദ്ധ ഖുർആൻ അവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തൻ്റെ വികലമായ വാദത്തെ ജനങ്ങളുടെ മുമ്പിൽ അടിച്ചേൽപ്പിക്കാൻ എന്ത് ചെയ്യരുത്, ശ്രമിക്കരുത് എന്നത് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഇനി എടുത്തു നോക്ക് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ആരോപണം. ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ സത്യത്തെയും അസത്യത്തെയും കൂട്ടിക്കലർത്തി സത്യത്തെ മറച്ചു വെക്കുന്ന നിലപാടാണ് മുഹ്സിൻ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചിരുന്നു. നമ്മൾ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, അടിസ്ഥാനപരമായ ഒരു ശിർക്കായ ഒരു കാര്യത്തിന് ഫലം ലഭിക്കുകയില്ല എന്ന്. അപ്പോൾ എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? അടിസ്ഥാനപരമായി ശിർക്കായ ഒരു കാര്യം അതിന് ഫലം ലഭിക്കുമോ ഇല്ലയോ? ഫലം ലഭിക്കുകയില്ല എന്നാണ് ഞങ്ങൾ പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ഉദ്ധരിച്ച് പറഞ്ഞത്. ഫലം ലഭിക്കുമെന്നാണെങ്കിൽ അത് പറയണം. അതിനു പകരം മുഹ്സിൻ ഐദീദ് എന്താ പറഞ്ഞത് അറിയോ നിങ്ങൾ? മുഹ്സിൻ ഐദീദ് പറയുന്നത് ഉപകാരം, ഒരു കാര്യം കൊണ്ട് ഉപകാരം കിട്ടിയത് കൊണ്ട് അതെന്ത് ചെയ്യുകയില്ല, ഷിർക്കാവാതിരിക്കില്ല എന്നാണ്. ഒരു കാര്യം എപ്പോൾ ഷിർക്കാവുകയില്ല എന്നതല്ല തർക്കം മുഹ്സിനെ. തർക്കം എന്താണ് അറിയോ? അടിസ്ഥാനപരമായി ഷിർക്കായ ഒരു കാര്യത്തിന് ഫലമുണ്ടോ ഇല്ലേ എന്നതാണ്. നോക്ക്, അയാളുടെ ആ വാദം ഒന്ന് കേട്ടു നോക്ക് നിങ്ങൾ. ഷിർക്കാണോ ഒരു കാര്യം, അതുകൊണ്ട് ഫലമുണ്ടാവുകയില്ല. ഒരു കാര്യം കൊണ്ട് ഫലമുണ്ടാകില്ല എന്നതല്ല ഷിർക്കിനെ വേർതിരിക്കാനുള്ള മാനദണ്ഡം. ഒരു കാര്യത്തെ തിരിച്ചറിയാനുള്ള വഴി അതുകൊണ്ട് ഫലമുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. അപ്പോൾ ആൾക്കാർ പല ഉറുക്ക് കെട്ടിയിട്ട് എനിക്ക് പല ഫലവുമുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് അത് ശിർക്കാകാതിരിക്കുന്നില്ല. ഏലസ് കെട്ടിയ ശേഷം അതുകൊണ്ട് എനിക്ക് പല ഫലങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്ന പലരുമുണ്ട്. അതുകൊണ്ട് ഏലസ് ശിർക്കാകാതിരിക്കുന്നില്ല. വിഗ്രഹത്തിനെ ആരാധിച്ചതിന് ശേഷം എനിക്ക് സ്വപ്നത്തിൽ ഇന്നയാൾ വന്നിട്ട് വിഗ്രഹത്തിൻ്റെ പിന്നിലുള്ള അവതാരം വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ശിർക്കാകാതിരിക്കുന്നില്ല വിഗ്രഹാരാധന. ആൾദൈവങ്ങളുടെ മുന്നിൽ പോയിരിക്കുന്ന ആളുകൾ എനിക്ക് വലിയ മനസ്സമാധാനമാണ് ഇതുകൊണ്ട് ലഭിക്കുന്നത്. ഇവിടെ എന്താ പീസ് ഓഫ് ലിവിങ്ങോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ ചിലതൊക്കെ പ്രചരിപ്പിച്ചിരുന്നല്ലോ. അവർ പറഞ്ഞിരുന്നത് മാനസികമായ വലിയ സുഖം ലഭിക്കുന്നു. അപ്പം അവൻ്റെ മനസ്സിന് സുഖം ലഭിക്കുന്നു എന്നതുകൊണ്ട് അത് ശിർക്കാകാതിരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. സുബ്ഹാനല്ലാഹ്, ഇതൊരു കേവലമായ പാഠമാണ്. ഒരു കാര്യം കൊണ്ട് പ്രയോജനമുണ്ടോ ഇല്ലേ എന്നത് ശിർക്കിനെ വേർതിരിക്കാനുള്ള മാനദണ്ഡമേ അല്ല. അപ്പൊ ഇവിടെ മുഹ്സിൻ മറുപടി പറയേണ്ടത്, അടിസ്ഥാനപരമായി ഷിർക്കായ ഒരു കാര്യത്തിന് ഫലം ഉണ്ടാവുക, ഉത്തരം ലഭിക്കുക, അല്ലെങ്കിൽ ഉപദ്രവം ഉണ്ടാവുക, ഉപകാരം ഉണ്ടാവുക.
ഖുർആനിലെ നിരവധി ആയത്തുകൾ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്ത്, സൂറത്ത് യൂനുസിലെ 106-ാമത്തെ ആയത്ത്, സൂറത്തു റാദിലെ 14-ാമത്തെ ആയത്ത്, സൂറത്തു ഇസ്രായിലെ 56-ാമത്തെ ആയത്ത്, സൂറത്തു അഹ്റാഫിലെ 194 മുതലുള്ള വചനങ്ങൾ, അതുപോലെ സൂറത്തു അഹ്കാഫിലെ 5-6 വചനം, സൂറത്തു ഫാത്തിറിലെ 13-ാം വചനത്തിൻ്റെ അവസാനം, അതുപോലെ തന്നെ 14-ാം വചനം, ഇങ്ങനെ നിരവധി വചനങ്ങൾ. ഈ വചനങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാമുകളിൽ എടുത്തു പറഞ്ഞ അതിനെക്കുറിച്ചൊന്നും ഒരു മറുപടിയില്ല. ഇതൊക്കെ പഠിപ്പിക്കുന്നത് അടിസ്ഥാനപരമായി ഷിർക്കായ ഒരു കാര്യത്തിന് ഫലം ലഭിക്കുകയില്ല എന്ന. അപ്പം നിങ്ങൾ ഷിർക്കിൽ അധിഷ്ഠിതമായ മാരണത്തിന് ഫലമുണ്ട് എന്ന് നിരന്തരം പഠിപ്പിക്കുന്നു. അതെങ്ങനെ ഷിർക്കിൽ അധിഷ്ഠിതമായത് മാരണം? മാരണക്കാരൻ ഷെയ്ത്താനോട് സഹായം തേടുകയാണ് ചെയ്യുന്നത്. ഷെയ്ത്താനെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്തുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? ഷെയ്ത്താനോട് സഹായം തേടുന്നു. അപ്പോൾ അവൻ അടിസ്ഥാനപരമായി ഷിർക്കാണ് ചെയ്തിട്ടുള്ളത്. ആ ഷിർക്കിന് ഫലം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അതിന് മറുപടി പറയുമ്പം ഫലം ലഭിച്ചത് കൊണ്ട് ഒരു കാര്യം ഷിർക്കാവാതിരിക്കുകയില്ല എന്ന് മറുപടി പറഞ്ഞതുകൊണ്ട് കാര്യമില്ല കേട്ടോ. നിങ്ങളോട് വളരെ വ്യക്തമായി ചോദിക്കുന്നു, അടിസ്ഥാനപരമായി ഷിർക്കായ ഒരു കാര്യത്തിന് ഫലമുണ്ടോ ഇല്ലയോ? ഇതാണ് പറയേണ്ടത്. ഫലമുണ്ട് എങ്കിൽ അത് പറയണം, അതിന് പ്രമാണം പറയണം. ഫലമില്ലെങ്കിൽ അതിന് തെളിവ് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അടിസ്ഥാനപരമായി ഷിർക്കായ ഒരു കാര്യത്തിന് എന്ത് ലഭിക്കുകയില്ല? ഫലം ലഭിക്കുകയില്ല. ഇവിടെ നിങ്ങൾ സത്യത്തെയും അസത്യത്തെയും കൂട്ടിക്കലർത്തി എന്ത് ചെയ്യുകയാണ്? കിതാബു തൗഹീദിലെ ഉദ്ധരണിയൊക്കെ എടുത്തിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കിതാബു തൗഹീദിലെ ഉദ്ധരണി ഞങ്ങൾ പറഞ്ഞതിനെതിരല്ല. ഞങ്ങൾ പറയുന്നത് ഷിർക്കായ, അടിസ്ഥാനപരമായി ഷിർക്കായ അല്ലാഹു അല്ലാത്തവരോടുള്ള ദുആക്ക്, പ്രാർത്ഥനക്ക്, ഇസ്തിഗാസക്ക് ഫലം ലഭിക്കുമോ ഇല്ലയോ എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. അതാണ് താങ്കൾ മറുപടി പറയേണ്ടത്. അഥവാ ഷിർക്കിൽ അധിഷ്ഠിതമായ ഒന്നിന് ഫലമില്ല. ഓക്കെ, ഇനി ഷിർക്കിന് ഫലം ലഭിക്കുമെന്ന് പറയുന്നതിന് അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഉദാഹരണം എടുത്തു നോക്ക്. ഒരാൾ രാജാവിൻ്റെ മുമ്പിൽ ചെന്നു, രാജാവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്തു, രാജാവ് കുറച്ച് പൈസ കൊടുത്തു, അയാൾ പണക്കാരനായില്ലേ, ഷിർക്കിന് ഫലം ലഭിച്ചില്ല എന്നാ. ആലോചിച്ച് നോക്ക് നിങ്ങൾ, എത്ര വങ്കത്തമാണ് ഈ മനുഷ്യൻ ജനങ്ങളുടെ മുമ്പിൽ ഇസ്ലാമിൻ്റെ പേരിൽ പ്രചരിപ്പിക്കുന്നത്. ഒരാളുടെ സുജൂദ് ഷിർക്കാവേണമെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, ആ സുജൂദിൽ വൈബിയായ കാര്യം അയാൾ പ്രതീക്ഷിക്കണം. സുജൂദ് ആരുടെ മുമ്പിലാണോ സുജൂദ് ചെയ്യുന്നത് അയാളിൽ നിന്ന്. വെറുതെ ഒരാളുടെ മുമ്പിൽ സുജൂദ് ചെയ്താൽ അത് ഷിർക്കാവുകയില്ല, അത് ഹറാമോ തെറ്റോ ആയിത്തീരും, അത്രയേ ഉള്ളൂ. അപ്പൊ പണ്ട് ഉമർ മൗലവി സൽസബീൽ എഴുതിയിട്ടുണ്ട്, വിഗ്രഹങ്ങളുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ഒരാളെ കണ്ടാലും അയാൾ ചെയ്യുന്നത് ഷിർക്കാണ് എന്ന് നീ വിശ്വസിക്കേണ്ടതില്ല എന്ന്. കാരണം എന്താ? ആ വിഗ്രഹത്തിൽ നിന്ന് വൈബിയായ ഒരു കാര്യം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള സുജൂദാണെങ്കിലേ ആ സുജൂദ് ഷിർക്കാവുകയുള്ളൂ. അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ട കാര്യം പ്രതീക്ഷിച്ച് സുജൂദ് ചെയ്യുമ്പോഴേ അത് ഷിർക്കാവുകയുള്ളൂ. അതല്ലാത്ത സുജൂദ് അത് ഹറാമോ തെറ്റോ ആയിത്തീരും, അത്രയേ ഉള്ളൂ. അപ്പോൾ വികലമായി ഇസ്ലാമിൻ്റെ ആശയങ്ങളെ ചിത്രീകരിക്കുന്നു. ഇനി ഷിർക്ക് ചെയ്യുന്നവർക്ക് ചില ഫലമൊക്കെ കിട്ടുന്നുണ്ടല്ലോ എന്ന്, അല്ലേ? അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്താ, ഉറുക്ക് കെട്ടിയാൽ എന്ത് ചെയ്യും? ചിലപ്പോൾ അതുകൊണ്ട് രോഗം മാറുന്നുണ്ട്. ഏലസ് കെട്ടിയാൽ രോഗം മാറുന്നുണ്ട്. അതുപോലെ തന്നെ ആൾദൈവങ്ങളുടെ മുമ്പിൽ ചെന്നുപോയ സമാധാനം ലഭിക്കുന്നുണ്ട്. ഇതെന്താണ്? ഇത് യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്ന ഷിർക്കിനുള്ള ഫലമാണോ? അല്ല, ഷിർക്കിനുള്ള ഫലമല്ല അത്. പിന്നെ അതെന്താണ്? അത് അവർക്ക് അങ്ങനെ ആശ്വാസമുണ്ടായി ഫലം ലഭിച്ചു എന്ന് ഒന്നുകിൽ പിശാച് തോന്നിപ്പിക്കുന്നു, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും കൊണ്ട് ലഭ്യമായതായിരിക്കും. അത് മുഹ്സിൻ തന്നെ പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്ക് നിങ്ങൾ. അത് പിശാച് തോന്നിപ്പിക്കുന്നതാണ്. മനസ്സിന് കിട്ടുന്ന ഈ സുഖം അതൊരിക്കലും യാഥാർത്ഥ്യമായ സുഖമല്ല, പിശാച് തോന്നിപ്പിക്കുന്നതാണ്. അപ്പോൾ പിശാച് തോന്നിപ്പിക്കുന്നതാണത്, അതല്ലാതെ ഷിർക്കിന് ഫലം ലഭിച്ചതല്ല. ഷിർക്കിന് ഒരിക്കലും എന്ത് ലഭിക്കൂല? ഫലം ലഭിക്കുകയില്ല. ഷിർക്കിന് ഫലം ലഭിക്കുമെന്ന വിശ്വാസവും മുഹ്സിന ഷിർക്കാണ്. ശരിക്കും പഠിച്ചോ? ഷിർക്കിന് ഫലം ലഭിക്കുമെന്ന വിശ്വാസവും ഷിർക്കാണ്. ഒരാൾ പറയാം, മുഹ്സിൻ പറയാണ്, ബദരീങ്ങളെ കാക്കണേ, മൊഹിദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്നു ഞാൻ പ്രാർത്ഥിക്കാറില്ല. എന്തേ കാരണം? അതു ഷിർക്കാണ്.
അതേ മുഹ്സിൻ തന്നെ വീണ്ടും പറയുന്നു, എന്നാൽ ആ പ്രാർത്ഥിക്കുന്നവർക്ക് ചെറിയ ഫലങ്ങളൊക്കെ ലഭിക്കും എന്ന് മുഹ്സിൻ പറഞ്ഞാലോ ആ വിശ്വാസവും ഷിർക്കാണ്. അല്ലെങ്കിൽ ഷിർക്ക് അല്ല എന്ന് മുഹ്സിൻ വിശദീകരിക്കേണ്ടതുണ്ട്. ഇനി പ്രാർത്ഥന എന്താണ് എന്ന് അലിമദനിക്ക് തിരിഞ്ഞിട്ടില്ല എന്നാണ്. എന്നിട്ട് അദ്ദേഹം അവിടെ ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്ക് നിങ്ങൾ. പ്രാർത്ഥന എന്താണ് എന്ന് അലിമദനിക്ക് തിരിഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിന് പ്രാർത്ഥന എന്താണെന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ദുആ എന്താണെന്ന് മനസ്സിലായാൽ ഇതിൻ്റെ ഈ ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു തആലയാണ് ദുആക്ക് ഉത്തരം നൽകുന്ന ഏകനായ ഒരേ ഒരാൾ അള്ളാഹു മാത്രമാണ്. അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും ദുആന് ഉത്തരം നൽകാൻ കഴിയില്ല. എങ്ങനെയാണ് അള്ളാഹു പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നത്? പക്ഷെ പ്രാർത്ഥന എന്താണ് എന്ന് മുഹ്സിൻ എന്നെങ്കിലും പറയണ്ടേ? അലിമദനിക്കത് തിരിഞ്ഞിട്ടില്ല. പ്രാർത്ഥന എന്താണ് എന്ന് മുഹ്സിൻ പറയണ്ടേ? അത് മുഹ്സിൻ പറഞ്ഞിട്ടില്ലല്ലോ. പ്രാർത്ഥന എന്താണ് എന്ന് ഇദ്ദേഹത്തിന് തിരിഞ്ഞിട്ടില്ല, അലിമദനിക്ക് തിരിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മുഹ്സിൻ എന്താ പറയുന്നത്? പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്നത് എങ്ങനെയാണ് എന്നാ. ഇങ്ങനെ ആടിനെ പട്ടിയാക്കി പോയാൽ മുഹ്സിനെ നിങ്ങളുടെ ആ അണികളുടെ മുമ്പിൽ, നിങ്ങളുടെ ആലയിൽ അവരുടെ മസ്തിഷ്കം പണയം വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും. ചോദ്യം പ്രാർത്ഥന എന്താണെന്നുള്ളതാണ്. പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്നത് എങ്ങനെയാണ് എന്നല്ല പറയേണ്ടത്. എന്താ പ്രാർത്ഥന? അമ്മൻ യുജീബുൽ മുളുത്തറ, ആശയറ്റവന്റെ ദുആക്ക് ഉത്തരം ചെയ്യുന്നവൻ ആരാണ് എന്ന ചോദ്യമുണ്ട് വിശുദ്ധ ഖുർആനിൽ. എന്താണ് ആശയറ്റവൻ? മനുഷ്യ കഴിവ് അവസാനിച്ചു. മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യം ഇനി ആരോട് ചോദിക്കണം? പ്രവാചകൻ ബദർ യുദ്ധത്തിൻ്റെ ഘട്ടത്തിൽ മനുഷ്യ കഴിവിൽപ്പെട്ടതൊക്കെ ഒരുക്കി. എന്നിട്ടോ പിന്നെ എന്താ ചെയ്തത്? ജിബ്രീൽ അലൈഹിസ്സലാമയോട് ചോദിച്ചിട്ടില്ലല്ലോ. ഇടക്കിടക്ക് വരുന്ന വിശുദ്ധ ഖുർആൻ കേട്ടുപോയ ജിന്നുവർഗത്തെക്കുറിച്ച് അള്ളാഹ് വഹയിലൂടെ അറിയിച്ചിട്ട് ആ ജിന്നുവർഗത്തോട് ചോദിച്ചിട്ടില്ലല്ലോ. മൺമറഞ്ഞു പോയ മഹാന്മാരായ ഇബ്രാഹിം അലൈഹിസ്സലാമ അടക്കമുള്ള അമ്പിയാക്കളോ ഔലിയാക്കളോ ഒക്കെ ഉണ്ടല്ലോ, അവരോട് ചോദിച്ചിട്ടില്ലല്ലോ. മനുഷ്യ കഴിവ് അവസാനിച്ചിടത്ത് പിന്നെ ആരോടാ ചോദിച്ചത്? അള്ളാഹിനോട് ചോദിച്ചു അല്ലേ? അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ വസാബ വലൻ തുഅബദ ഫിൽ അർളി അബദ എന്ന് ചോദിച്ചു. അപ്പം ആ മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ്. അതാണ് പ്രാർത്ഥന. അത് അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ചാൽ അത് ഷിർക്കാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അല്ല എങ്കിൽ നിങ്ങളത് വിശദീകരിക്കേണ്ടതുണ്ട്. ഇയാൾക്ക് പ്രാർത്ഥന എന്താണ് എന്നറിയില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ പോരാ. എന്നിട്ട് ആൾ ദൈവത്തിൻ്റെ മുമ്പിൽ പോയാൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് കുറച്ച് പണം തരണേ എന്ന് പറഞ്ഞാൽ പണം കൊടുക്കൂലേ? അത് പ്രാർത്ഥനയല്ല. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, പണം തരണേ എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയല്ല. പ്രാർത്ഥനയാണ് ആവേണമെങ്കിൽ മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങളായിരിക്കണം ചോദിക്കേണ്ടത്. പണം തരണേന്ന് പറഞ്ഞാൽ അത് മനുഷ്യ കഴിവിൽപ്പെട്ടതാ. പണം അയാളുടെ അടുക്കലുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടുത്തു കൊടുക്കാൻ പറ്റും. അപ്പം ഇതിങ്ങനെ കോട്ടിമാട്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന നിലപാടാണ് മുഹ്സിൻ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളുടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളുടെ മെയിൻ പോയിന്റ് ഷിർക്കൻ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുമോ എന്നാണ്. അഥവാ മുഹ്സിൻ പറഞ്ഞത് എന്താണ്? ഷിർക്കായ മന്ത്രങ്ങൾക്ക് അതുകൊണ്ട് ഉപദ്രവമുണ്ടാവും. ചിലപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഉപദ്രവമുണ്ടാവും എന്നാണ് മുഹ്സിൻ പറഞ്ഞത്. മുഹ്സിൻ ആ പറഞ്ഞ കാര്യം ഒന്നുകൂടി കൃത്യമായി ഞാൻ വിശദീകരിച്ചു. അഥവാ ഷിർക്കൻ മന്ത്രങ്ങൾക്ക് അള്ളാഹു ഉദ്ദേശിച്ചാൽ ജവാബ് നൽകുമെന്ന് മുഹ്സിൻ പറഞ്ഞിട്ടുണ്ട്. മുഹ്സിൻ പറഞ്ഞതും ഞാൻ ആ പറഞ്ഞ വിശദീകരണവും ഒന്ന് തന്നെയാണ്. അതിന് മുഹ്സിൻ എൻ്റെ പേരിൽ കളവ് പറഞ്ഞു എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കൊന്നും വേണ്ട. ആ വെല്ലുവിളി അവിടെ തൽക്കാലം പോക്കറ്റിൽ വെച്ചിട്ട് ഇതിന് മറുപടി പറയണം. ഷിർക്കൻ മന്ത്രങ്ങൾ അഥവാ ഷിർക്കായ പ്രാർത്ഥനകൾക്ക് അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാവും എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു ഉദ്ദേശിച്ചാൽ എവിടെയാണ് അതിന് ആയത്ത് തെളിവ് എന്നതാണ് താങ്കൾ എന്ത് ചെയ്യേണ്ടത്? വിശദീകരിക്കേണ്ടത്. അതുപോലെ പ്രാർത്ഥന എന്താണ് എന്ന് താങ്കൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? വിശദീകരിക്കേണ്ടതുണ്ട്. പ്രവാചകന് ഫലിച്ചു എന്ന് പറയുന്ന മാരണവും മൂസ അലൈഹിസ്സലാമയുടെ കാലഘട്ടത്തിൽ ആ സാഹിറന്മാർ ജാലവിദ്യക്കാർ അവതരിപ്പിച്ച സിഹിറും ഒന്നാണ് എന്നതിനുള്ള തെളിവ് താങ്കൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ജനങ്ങളുടെ മുമ്പിൽ വെക്കേണ്ടതുണ്ട്. പിന്നെ മുഅ്തസിലിയാക്കളാണ് ഇവർ എന്നൊക്കെ ആരോപിക്കുന്നുണ്ട് ഇയാൾ പ്രസംഗത്തിൻ്റെ ആരംഭത്തിൽ. ആരാണ് മുഹ്സിനെ മുഅ്തസിലിയാക്കൾ?
എന്താണ് മുഅ്തസിലിയാക്കളുടെ വാദം? ബുദ്ധി മാത്രം മതി, പ്രമാണങ്ങളോ പ്രവാചകന്മാരോ ആവശ്യമില്ല, മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് തന്നെ നല്ലതും ചീത്തയും വേർതിരിക്കാൻ കഴിയും എന്നതാണ് മുഅ്തസിലിയ വിഭാഗത്തിൻ്റെ അടിസ്ഥാനപരമായ വികലമായിട്ടുള്ള വാദം. ഇവിടെ ആരാ അങ്ങനെ വാദിക്കുന്നത്? ബുദ്ധി ഉപയോഗപ്പെടുത്തണം എന്നത് ഖുർആന്റെ ശൈലിയാണ്. ഖുർആൻ സൂചിപ്പിച്ചില്ല, ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ എന്ന് ഖുർആൻ സൂചിപ്പിച്ചില്ല. ഞങ്ങൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ, ഞങ്ങൾ ശ്രദ്ധിച്ചു കേട്ടിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ നരകത്തിൽ എത്തപ്പെടുമായിരുന്നില്ല. അപ്പം മുഹ്സിൻ ഐദീദിനെ പോലെ ഇത്തരത്തിൽ ഇങ്ങനെ ഈ രൂപഭാവങ്ങളൊക്കെ കാട്ടി ജനങ്ങൾക്കിടയിൽ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന ഇത്തരക്കാരുടെ ഷെറുകളിൽ അകപ്പെട്ടിട്ടുള്ള ആളുകൾ ശ്രദ്ധിച്ചോളി. കൃത്യമായി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ, പരിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ, തിരുസുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ തെറ്റുകളിൽ നിന്ന്, അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മോചിപ്പിച്ചെടുക്കുക എന്നതാണ് ഒരു യഥാർത്ഥ വിശ്വാസി ചെയ്യേണ്ടത്. പ്രത്യേകിച്ചും വിശ്വാസ രംഗത്ത് വന്നിട്ടുള്ള ബിദ്അത്തുകൾ, വികലമായിട്ടുള്ള വിശ്വാസങ്ങൾ, അതിനെ ഖുർആനിൻ്റെയും തിരുചര്യയുടെയും അടിസ്ഥാനത്തിൽ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിനപ്പുറം വേറെ ഒരു ലക്ഷ്യവും നമ്മൾക്കില്ല. മുഹ്സിൻ ഐദീദും ഈ ഒരു ലക്ഷ്യത്തിലേക്ക് വരണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതിനുള്ള തൗഫീക്ക് മുഹ്സിൻ ഐദീദിന് അള്ളാഹു നൽകട്ടെ. നമുക്കും ആ തൗഫീക്ക് നൽകി അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.